എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ചും വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെയൊക്കെ വീട്ടിൽ പ്രഷർ കുക്കർ ഉണ്ടായിരിക്കുമല്ലോ. അതില്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്, എൻ്റെ വീട് ഉൾപ്പെടെ. എൻ്റെ വീട്ടിലില്ല. എൻ്റെ വീട് ഉൾപ്പെടെ എന്ന് വെച്ചാൽ എൻ്റെ വീട് ഒഴികെ എല്ലാ വീടുകളിൽ നിന്ന് പറയാൻ വന്നതാണ്. പറഞ്ഞു വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയിപ്പോയി, സോറി. എൻ്റെ വീട്ടിൽ പ്രഷർ കുക്കർ ഇല്ല കേട്ടോ. ഇല്ലാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് ഉപയോഗിക്കാൻ. ഭയങ്കര പേടിയാണ് പ്രഷർ കുക്കർ. അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിക്കുമ്പോഴും മൊബൈൽ ഫോൺ അതിൻ്റെ 7 അയലത്ത് കൂടി പോലും കൊണ്ടുപോകാൻ എനിക്ക് പേടിയാണ്. ഞാൻ ഇപ്പോൾ ഗ്യാസ് ഇപ്പോൾ ഓൺ ആണെങ്കിൽ ഞാൻ അതിൻ്റെ പരിസരത്ത് പോലും ഫോൺ കൊണ്ടുവരില്ല. ഒരു കോൾ വന്നാൽ പോലും ഞാൻ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിന്ന് സംസാരിക്കും. അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എന്ത് ചെയ്യാം, മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് കാണിക്കാനായിട്ട് എനിക്ക് പേടിയാണ്. ഇനി പൊട്ടിത്തെറിക്കുമോ എന്നുള്ള പേടിയാണ്. ഞാൻ അങ്ങനെയൊക്കെയുള്ള ഒരു വിചിത്ര ജീവിയാണെന്ന് വേണേലും പറയാം. പക്ഷേ എൻ്റെ അനിയത്തിയുടെ വീട്ടിലൊക്കെ 2ഉം 3ഉം ഒക്കെ പ്രഷർ കുക്കറുണ്ട്, പല സൈസിലുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പേടി എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിലോട്ട് കയറിയതാണ്. അതിന് പിന്നിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് എൻ്റെ മോള് അംഗൻവാടി പഠിക്കുന്ന ഒരു സമയം, അവൾക്ക് ഒരു 3.5 വയസ്സൊക്കെ വരുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അടുത്താണ് അംഗൻവാടി. അങ്ങനെ അംഗൻവാടിയിൽ ടീച്ചറെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലേ തൊട്ടേ ഞങ്ങൾക്ക് അറിയാവുന്ന ടീച്ചറാണ്, നമ്മുടെ നാട്ടുകാരിയാണ്. അങ്ങനെ മോളെ കൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പറഞ്ഞു, മോളെ എനിക്ക് അത്യാവശ്യമായിട്ട് അന്ന് വർക്കർ വന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്കൊന്ന് പോകണം, ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഒരു അരമണിക്കൂറിനകം വെച്ചിട്ട് പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യുക, അവർ കുക്കറിനകത്ത് ഈ അരിയും പയറും കൂടി കഴുകിയത് ഒരുമിച്ച് അവർ ഇട്ടു, അതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ അവർ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇതൊന്ന് അടച്ചൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഓൺ ചെയ്തിട്ട് അത് കുറച്ച് വിസിൽ, ഒരു 4 5 ആണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല, വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി, അതിറക്കി വെക്കാൻ നിൽക്കേണ്ട, അവിടെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ടീച്ചർ എന്ന് പറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ അടപ്പ് ശരിക്കും അടയ്ക്കാൻ അറിയില്ലായിരുന്നു. എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന്. ഇനി ഞാനത് അടച്ചതിൽ വന്ന മിസ്റ്റേക്കോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അടുപ്പിൽ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നോ, ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് അങ്ങ് പോയി. ഒരു വിസിൽ 2 വിസിലൊക്കെ കേട്ടു. അതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ അത് നേരെ അടുക്കളയിലേക്ക് വന്നു. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ടപ്പാന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുകയാണ്. ഭയങ്കര ശബ്ദം, ഇടിവെട്ട് പോലത്തെ ഒരു ശബ്ദമാണ് കേട്ടോ. ആ ശബ്ദം കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു പോയി ശബ്ദം കേട്ടിട്ട്. എന്തിനാണെന്ന് അറിയാമോ, ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് കുക്കർ പൊട്ടിത്തെറിച്ചതൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ആ പ്രഷർ കൊണ്ട്, ഞാൻ അടച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, ആ പ്രഷർ കൊണ്ട് അതിൻ്റെ അടപ്പ് തെറിച്ച് ദൂരേക്ക് പോയിട്ട് അതിനകത്തിരുന്ന ആ ഒരു പയറും കഞ്ഞി എല്ലാം കൂടെ 4 ചുറ്റും ചിതറി. എന്ന് മാത്രമല്ല അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ കെട്ടിടത്തിൻ്റെ ആ ഒരു, അതായത് എന്താണ്, വീട്ടിൻ്റെ ആ ഒരു മണ്ടഭാഗത്ത് മുഴുവനും, ആ ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനും എറിഞ്ഞ് തെറിപ്പിച്ചത് കണക്ക് അവിടെ മുഴുവൻ ഇത് ആയിരിക്കുകയാണ് പയറും കഞ്ഞിയും. ഞാനാണെങ്കിൽ പേടിച്ചു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, ഈശ്വര ഇനി എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള പയറും കഞ്ഞിയാണ്, ഇനി ടീച്ചർ എന്നെ വഴക്ക് പറയോ, എന്താണിത്. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരുപക്ഷെ ടീച്ചർ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്നറിയാൻ വയ്യാതെ ഞാൻ ആകെ പേടിച്ചു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, ഇതിനി എന്താ ചെയ്യാന്നറിയാതെ. അത് മാത്രമല്ല, വെപ്രാളം പിടിച്ചിട്ട് അവിടെ മുഴുവനും ഈ കഞ്ഞീരെ വെള്ളവും എല്ലാം കൂടി ആയിട്ട് ആകെ ഒരു നാശകോശമായിട്ട് കിടക്കുകയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ എനിക്ക് ആകെ വെപ്രാളം പിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ടീച്ചർ വരികയാണ്. ടീച്ചർ വന്നപ്പോഴത്തേക്ക് ടീച്ചർ ചോദിച്ചു, എന്താ ഇതിൻ്റെ മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനൊക്കെ അടുക്കള വിളിച്ച് കാണിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അയ്യോ എന്നാലും എൻ്റെ മോളെ, നിൻ്റെ മുഖത്തോ ശരീരത്തോ തെറിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്താനേ, എന്തായാലും കുഴപ്പമില്ല, എന്തായാലും പയറും കഞ്ഞിയും പോയാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും നിനക്ക് വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം എന്ന് പറഞ്ഞു. പിന്നീട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ടീച്ചർ കൂടിയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തത്. കറണ്ട് പോയിട്ടുണ്ട്. കറണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഈ ഒരു സംഭവം ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അങ്ങ് കിടക്കുകയായിരുന്നു.
അതിനുശേഷം എനിക്ക് പ്രഷർ കുക്കർ ഭയങ്കര പേടിയാണ്. അവിടെ ഞാൻ അനിയത്തിയുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവളത് കടലയോ പയറോ എന്തെങ്കിലും അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ ഞാൻ 7 ഇല തോലും വരില്ല. അത്രയ്ക്ക് പേടിയാണ് എനിക്ക് ഈ പ്രഷർ കുക്കർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ പ്രഷർ കുക്കറിൻ്റെ ദോഷങ്ങളെക്കുറിച്ചിട്ട് എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത് ഒരു വീഡിയോ കാണിക്കാം. അതുകൂടി നിങ്ങൾ കണ്ട് മനസ്സിലാക്കൂ കേട്ടോ. കറങ്ങുന്നോ? വീഡിയോ കറങ്ങുന്നോ? കറണ്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് വൈഫൈ ശരിക്കും കണക്റ്റ് ആയില്ല. അതുകൊണ്ടാണ്. ഒരു നിമിഷേ പ്ലീസ്, ഒരു നിമിഷം. ഇന്ന് ഉച്ചയോടെ കൂടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിച്ചണിൽ കയറിയപ്പോഴാണ് അത് ഓണാക്കിയത്. ഒരു 5 മിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെയാണ് ഭയങ്കര സൗണ്ടോട് കൂടിയിട്ട് ഇതാണ് പൊട്ടിത്തെറിച്ച്, കുക്കർ പൊട്ടിത്തെറിച്ച് നേരെ വാർപ്പിൽ പോയി അടിച്ച് അത് തിരിച്ചു ഓടുന്ന അവരെ മുഖത്ത് അതിൻ്റെ ഡോർ എന്നിട്ട് അടിച്ച് അതിൻ്റെ ടോപ്പ് അവൻ മുഖത്തടിച്ച് നല്ല ബുദ്ധിമുട്ടൊക്കെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ എല്ലിനൊക്കെ പാക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് മുഖത്തെ എക്സ്റേ എടുക്കാൻ അതിനൊന്നും പറ്റില്ല. അപ്പോൾ ആക്ഷനിൽ സംസാരിക്കാനൊന്നും അധികം പറ്റില്ല. അതേമാതിരി കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുണ്ട് മരുന്നാണ്. കുക്കർ വാങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവുന്നുള്ളൂ. അത് ഇതിനുള്ള മൂടിക്കൊരു കംപ്ലൈന്റ് ഉണ്ടായിട്ട് ഇപ്പോൾ രണ്ടാമത് മാറ്റി തന്നാണ് പോയത്. ആ മൂടി മാത്രമേ അവർ മാറ്റിയിട്ടുള്ളൂ. ഇപ്പൊ ഒരു വർഷത്തിനുള്ളിലാണ് ഇപ്പൊ സംഭവിച്ചത്. പിന്നെ അവിടെ ഇതിന്റെ ബോർഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. കിച്ചന്റെ അവിടുത്തെ ബോർഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. നേരെ പോയിട്ട് ബൾബിലാണ് അടിച്ചത്. ബൾബ് അടിയിൽ ഗ്യാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. വലിയൊരു അപകടമാണ് ഒഴിവായത്. അവർക്ക് അത്യാവശ്യം നല്ല പരിക്കുണ്ട്. ആൾക്ക് മുഖത്ത് നീരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കണ്ട എന്നൊന്നും അടച്ച് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഒരുപാട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഞാൻ എന്തായാലും ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം ഞാൻ എടുത്ത തീരുമാനമാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. ഇത് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനേറെ പേടിയായി. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ വീട്ടിൽ പ്രഷർ കുക്കർ ഉണ്ടായിരിക്കും. ഉള്ളവരൊക്കെ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കഴിവതും ഇതൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ചെറിയ മക്കളെയൊന്നും അടുപ്പിൻ്റെ മൂട്ടിൽ നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയെങ്കിലും അത് ബാധിക്കാതിരിക്കുമല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പതിവാണത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. പിന്നെ നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മകളെയും കൊണ്ട് കൊച്ചിയിൽ പോകുന്ന ദിവസമാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കല്ല, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കിട്ടുന്നൊന്നും ഒരു ഉറപ്പുമില്ല, എന്നാലും അവളുടെ ആഗ്രഹം കണക്കാക്കി കൊണ്ടുപോവുകയാണ്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവട്ടെ. നന്ദി, നമസ്തേ.